ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4ാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിനകത്ത് ആക്ടിവിറ്റീസാണ്. അപ്പോൾ നമ്മൾ ഇതിനകം 2 വീഡിയോസ് ചെയ്ത് കഴിഞ്ഞു. അതെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് കരുതുന്നു. ഇന്ന് നമ്മളിവിടെ പറയുന്നത് 7ാമത്തെ ആക്ടിവിറ്റിയാണ്. സോ ഹിയർ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് കാണാം, കുറച്ച് ചിത്രങ്ങളൊക്കെ നൽകി വളരെ സിമ്പിളായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. ഇവിടെ നോക്കൂ, ലുക്ക് അറ്റ് ദ ഫോളോയിങ് പിക്ചർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ആക്ഷൻ വേർഡ്സ്. ഇവിടെ നമുക്ക് 6 ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഓരോന്നിലും കുട്ടികൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ആക്ഷൻ വേർഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ആക്ഷനെ കാണിക്കുന്ന വാക്കുകൾ, അതാണ് ആക്ഷൻ വേർഡ്. ഓക്കെ, ഇവിടെ 1ാമത്തെ ചിത്രത്തിൽ നിങ്ങൾക്ക് ദിൽനയെ കാണാം. പക്ഷേ അവിടെ ദിൽന എന്തോ ചെയ്യുന്നു. എന്താണ് അവൾ ചെയ്യുന്നത്? ഒന്ന് നോക്കൂ. ദിൽന ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റിയെ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? യെസ്, ജമ്പിങ് എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ദിൽന ഈസ് ജമ്പിങ്. ദിൽന എന്ത് ചെയ്യുന്നു? ചാടുകയാണ്. സ്കിപ്പിംഗ് എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ അതിനേക്കാൾ ഇവിടെ ആക്ഷൻ വേർഡ് ആയതുകൊണ്ട് തന്നെ സ്കിപ്പിങ്ങിനേക്കാൾ ഒന്നുകൂടി ഉചിതമായിട്ട് വരുന്നത് ജമ്പിങ് ആയിരിക്കും കേട്ടോ. ദെൻ 2ാമത്തെ ചിത്രത്തിനകത്ത് ഇസാക്ക് ഈസ് ഡാഷ് ദ ട്രീ. ഇസാക്ക് എന്താണ് അവിടെ ചെയ്യുന്നത്? മരത്തിൽ എന്ത് ചെയ്യുന്നു? കയറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അന്നേരം നമുക്ക് മരത്തിൽ കയറുക എന്നുള്ളൊരു വേർഡാണേ വേണ്ടത്. അപ്പോൾ കയറുന്നതാണ് അവൻ എന്ത് ചെയ്യുന്നത്? ചെയ്യുന്ന ആക്ഷൻ. സോ നമ്മൾ കയറുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനുള്ള വേർഡ് എന്താണ്? വെരി ഗുഡ്, ക്ലൈംബിംഗ് ആണല്ലോ. അപ്പോൾ ഇവിടെ ടീച്ചർ ചോദിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ അവിടെ ഇരുന്ന് ഉത്തരം പറയണം കേട്ടോ. സോ ഇവിടെ നോക്കൂ, ഇസാക്ക് ഈസ് ക്ലൈംബിംഗ് ദ ട്രീ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? അതിനകത്ത് ഫില്ല് ചെയ്യാം. Then moving to the third one, again Dilna is what is she doing? Yes, Dilna is dash the book. ദിൽന ബുക്ക് എന്തോ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ബുക്കിന് സാധാരണ നമ്മൾ എന്താ ചെയ്യാറ്? അതെ, നമ്മളത് വായിക്കുകയാണ് ചെയ്യുക അല്ലേ? നമുക്ക് എങ്ങനെ വാക്ക് പറയാം? ദിൽന ഈസ് റീഡിങ് ദ ബുക്ക്. സോ ഇവിടെ ആക്ഷൻ വേർഡ് വന്നിട്ടുള്ളത് ഏതാണ്? റീഡിങ് ആണ്. ദെൻ ദ ഫോർത്ത് വൺ, ദേ ആർ ഡാഷ് ഫാസ്റ്റ്. അവർ വേഗത്തിൽ എന്തോ ചെയ്യുന്നു. അവരെന്താണ് ചെയ്യുന്നത്? റേസിൽ പങ്കെടുക്കുകയാണ് അല്ലേ? റേസിൽ പങ്കെടുക്കുമ്പോൾ കുട്ടികൾ എന്താ ചെയ്യുക? ഓടുകയാണ് ചെയ്യുക. വെരി ഗുഡ്. സോ നമുക്ക് ആക്ഷൻ വേർഡ് എന്ത് കൊടുക്കാം? റണ്ണിങ്. സോ ദ സെൻറ്റൻസസ് ദേ ആർ റണ്ണിങ് ഫാസ്റ്റ്. ദെൻ ഫിഫ്ത്ത് വൺ ഒന്ന് നോക്കൂ. ഫിഫ്ത്ത് വണ്ണിനകത്ത് കുട്ടികൾ എന്ത് ചെയ്യുന്നു? ദേ ആർ ഡാഷ് ദ ടി വി. ടി വി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ? യെസ്, വെരി ഗുഡ്, അവരത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതിന് എന്താ പറയാറ്? വാച്ചിങ് എന്നാണ്. അവരത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമല്ലേ. സോ ടി വി വാച്ചിങ് എന്നാണ് പറയാറ് അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ സെൻറ്റൻസ് മേക്ക് ചെയ്യാം? ദേ ആർ വാച്ചിങ് ദ ടി വി. ഇപ്പം നമ്മൾ 5 സെൻറ്റൻസുകൾ എന്ത് ചെയ്തു? കറക്റ്റായിട്ട് ഫില്ല് ചെയ്തു. ദെൻ മൂവിങ് ടു ദ ലാസ്റ്റ് വൺ. അവിടെ കുട്ടികൾ എന്താ ചെയ്യുന്നത് നോക്കൂ. എന്താണ് അവരെല്ലാവരും കൂടി ചെയ്യുന്നത്? അവർ കളിക്കുകയാണ്. ദെൻ നമുക്ക് സെൻറ്റൻസ് എങ്ങനെ മേക്ക് ചെയ്യാം? ദേ ആർ ഡാഷ് വിത്ത് ഫ്രണ്ട്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ കളിക്കുക എന്നുള്ളതിന് എന്താണ് വേർഡ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. വെരി ഗുഡ്, ചിലർക്കൊക്കെ കിട്ടി. എന്താ വരുന്നത്? പ്ലേയിങ് അല്ലേ? സോ നമുക്ക് സെൻറ്റൻസ് ദേ ആർ പ്ലേയിങ് വിത്ത് ഫ്രണ്ട്സ് എന്ന് കംപ്ലീറ്റ് ആക്കാം. സോ ഇവിടെ നോക്കൂ, ഈ ഒരു ആക്ടിവിറ്റി എത്ര സിമ്പിളാണെന്നുള്ളത്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കുറേ വാക്കുകളെ ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ആക്ഷൻ വേർഡുകൾ നമ്മൾ എന്ത് ചെയ്യണം? റെക്കഗ്നൈസ് ചെയ്യണം. നമുക്ക് തിരിച്ചറിയാൻ പറ്റണം ഏതാണ് ആക്ഷൻ വേർഡ് എന്നുള്ളത്. ആക്ഷൻ വേർഡ് വളരെ സിമ്പിളാണല്ലേ? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ കാണിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്ഷൻ വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അതൊരിക്കലും മറക്കരുത്. ഇത് പഠിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? ആക്ടിവിറ്റീസിൽ ഏർപ്പെടുക. പിന്നെ ഇത് ഞാൻ പറയുന്ന ഉത്തരങ്ങൾ അതുപടി കോപ്പി ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ ആദ്യം ചെയ്യുക, എന്നിട്ട് അത് കറക്റ്റാണോ എന്നറിയാൻ വീഡിയോ നോക്കിയാൽ മതി കേട്ടോ. സോ നമ്മളിവിടെ എല്ലാ ആക്ഷൻ വേർഡ്സും ഏതാണെന്ന് ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനി ടീച്ചേഴ്സ് ആക്ടിവിറ്റി തരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഓർത്ത് എന്ത് ചെയ്യുക? നല്ല കുട്ടികളായിട്ട് എഴുതി കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുപോകാം കേട്ടോ. ദെൻ ഇനി നമ്മൾ പറയുന്നത് 6ാമത്തെ ആക്ടിവിറ്റിയാണ്. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് കെയർഫുള്ളി. താഴെ നിങ്ങൾക്കൊരു സെൻറ്റൻസ് കാണാം. അതിനോട് യോജിച്ച ഒരു ചിത്രവും അവിടെ കൊടുത്തിട്ടുണ്ട്. സോ എല്ലാവർക്കും ഈ ചിത്രവും
അതുപോലെ തന്നെ ആ തന്നിട്ടുള്ള സെൻറ്റൻസ് ഫെമിലിയർ ആണ്, ബിക്കോസ് അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിലെ സ്റ്റോറിയിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇനി നോക്കൂ, സെൻറ്റൻസ് നമുക്കൊന്ന് വായിക്കാം. ദിൽന ആൻഡ് ഹെർ ബ്രദർ വർ പ്ലേയിങ് ഇൻ ദ ബാക്ക് യാർഡ്. ഷി റാൻ ടു ദ ഡോർ ആൻഡ് ഓപ്പൺഡ് ഇറ്റ്. ഇവിടെ നോക്കൂ, ഈ സെൻറ്റൻസിനകത്ത് ചില വേർഡ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഈ അണ്ടർലൈൻ ചെയ്ത വാക്കുകൾക്കൊരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്നാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഒന്നാമത്തെ അണ്ടർലൈൻഡ് വേർഡ് ഏതാണ്? ദിൽന. സെക്കൻഡ് വൺ ഈസ് ബാക്ക് യാർഡ് ആൻഡ് തേർഡ് വൺ ഈസ് ഡോർ. ഇവിടെ എല്ലാം നമുക്ക് കാണിച്ചു തരുന്നത് ഓരോ പേരുകളെയാണ്, അല്ലേ? എന്തെങ്കിലും ഒരു സാധനത്തെ കാണിക്കുന്നത്, അല്ലേ? അതിനെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. ദിൽന, നമുക്കറിയാം ദിൽന എന്നുള്ളത് ഒരു പേഴ്സണെ കാണിക്കുന്നതാണ്. ദെൻ ബാക്ക് യാർഡ്, അതെന്താണ്? ഒരു പ്ലേസിനെ കാണിക്കുന്നതാണ്. ദെൻ ഡോർ, അതെന്താണ്? അതൊരു തിങ്ങാണ്, അല്ലേ? അപ്പോൾ ഇതുപോലെ ഓരോരോ സാധനങ്ങൾ, ഓരോരോ പേരുകൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നെയിമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. സോ നമുക്കിനി കണ്ടുപിടിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഒരുപാട് നെയിമിംഗ് വേർഡ്സ് ഇതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. ആ നെയിമിംഗ് വേർഡ്സിനെ ലിസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഇനി പോകുന്നത്. ബിഫോർ ദാറ്റ്, എന്താണ് നെയിമിംഗ് വേർഡ് എന്നുള്ളത് എല്ലാവരും പഠിച്ചു വയ്ക്കുക. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്താണ് നെയിമിംഗ് വേർഡ് എന്നുള്ളത്. ഒന്ന് വായിച്ചു നോക്കൂ. നെയിമിംഗ് വേർഡ്സ് ആർ ദ നെയിംസ് ഓഫ് പീപ്പിൾ, പ്ലേസ്, ആനിമൽസ് ആൻഡ് തിങ്സ്. ആളുകളെയോ സ്ഥലങ്ങളെയോ മൃഗങ്ങളെയോ അല്ലെങ്കിൽ സാധനങ്ങളെയോ കാണിക്കുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പേര്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നെയിമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ടെക്സ്റ്റ് ബുക്കിൽ ഓരോ പേജും നോക്കി ഈ ഒരു സ്റ്റോറിയിൽ എന്തെല്ലാം നെയിമിംഗ് വേർഡ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് പേജ് 1 by 1 ആയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് മറിച്ച് നോക്കി ഓരോ പേജിനകത്തും വരുന്ന നെയിമിംഗ് വേർഡ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ലിസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് റിപ്പീറ്റേഷൻ വരാം. അപ്പോൾ നമ്മൾ ഒരു തവണ എഴുതിയാൽ മതി ഒരു വാക്ക്. അതുപോലെ തന്നെ ചില പേജിനകത്ത് നിങ്ങൾക്ക് നെയിമിംഗ് വേർഡ്സ് കണ്ടെത്താൻ പറ്റിയില്ല എന്ന് വരാം. അപ്പോഴൊന്നും ടെൻഷൻ വേണ്ട, എന്ത് ചെയ്യുക, അടുത്ത പേജ് നോക്കുക, അവിടെ കിട്ടുന്ന നെയിമിംഗ് വേർഡ്സ് ഏതാണെന്ന് വെച്ചാൽ ലിസ്റ്റ് ചെയ്യുക. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിക്കാം. ഫൈൻഡ് ഔട്ട് മോർ നെയിമിംഗ് വേർഡ്സ് ഫ്രം ദ സ്റ്റോറി ആൻഡ് റൈറ്റ് ദം ഹിയർ. അവിടെ നിങ്ങൾക്കൊരു സ്പേസ് തന്നിട്ടുണ്ട്. സ്പേസിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റോറിയിൽ നിന്ന് കുറേ അധികം നെയിമിംഗ് വേർഡ്സ് കൂടി കണ്ടുപിടിച്ച് ഫില്ല് ചെയ്യണം. ഓക്കെ, എല്ലാവരും റെഡിയാണല്ലോ? എന്നാൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള കുറച്ച് നെയിമിംഗ് വേർഡ്സ് കാണിക്കാം. ഇസാക്ക്, സ്കൈ, കിച്ചൺ, പ്ലേറ്റ്, ടേബിൾ, റെയിൻ, ഫോൺ, രാംനഗർ, ഫയർമാൻ, ഫയർ എൻജിൻ, ഫയർ സ്റ്റേഷൻ. ഇതെല്ലാം നെയിമിംഗ് വേർഡ്സാണ്. അപ്പോൾ നിങ്ങൾ ഇതിനേക്കാൾ അധികം കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും. ഒരുപാട് എണ്ണമുണ്ട് സ്റ്റോറി മൊത്തം നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരുപാട് കണ്ടുപിടിക്കുക, അതായത് പേജ് വൈസിലെല്ലാം കണ്ടുപിടിക്കുക. ഞാൻ ജസ്റ്റ് എക്സാമ്പിളായിട്ട് കുറച്ചെണ്ണം കാണിച്ചു എന്നേ ഉള്ളൂ. സോ ഈ 2 ആക്ടിവിറ്റിയും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ. സോ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം. വീണ്ടും വീണ്ടും പറയുന്നു, വായിക്കാതിരിക്കരുത്. ഒരിക്കലും ഉത്തരങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യരുത്. ഇത് രണ്ടും ശ്രദ്ധിച്ച് വീഡിയോ നന്നായിട്ട് കാണുക. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. എല്ലാ ആക്ടിവിറ്റീസും ടീച്ചേഴ്സ് പറയുന്നതിനനുസരിച്ച് വൃത്തിയായി സ്കൂളിലേക്ക് ചെയ്തു കൊണ്ടുപോവുക. മിടുക്കരായിട്ട് എല്ലാവരും പഠിക്കുക കേട്ടോ. ഇത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഇനി ബാലൻസ് ആക്ടിവിറ്റീസുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടാറ്റാ.